Hi all, welcome to part 7 of UPSC Prelims PYQ series. 2025 ഈ ക്വസ്റ്റ്യനിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ബേസിക്കലി ബഡ്ജറ്റ് എന്ന ഭാഗത്തെ ഒരു കോർ കോൺസെപ്റ്റാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Consider the following statement: capital receipts create a liability or cause a reduction in assets of the government. Borrowings and disinvestment are capital receipts. Interest received on loans create a liability of the government. ആദ്യം ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ് എന്ന കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ക്ലിയർ ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ബഡ്ജറ്റ് റെസിപ്റ്റിന് രണ്ട് പാർട്ടായിട്ടുണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, റവന്യൂ റെസിപ്റ്റ് ഉണ്ട്. അതേപോലെ എക്സ്പെൻഡിച്ചർ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പം റെസിപ്റ്റ് പാർട്ടിലേക്ക് നോക്കുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മേജർ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് അത് ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരിക. അതായത് ഒരു ഫണ്ട് റിസീവ് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ഫണ്ട് കിട്ടുന്നത് വഴി ഒന്നെങ്കിൽ അവിടെ ഒരു അസറ്റ് ലോസ് സംഭവിക്കണം, അല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എമൗണ്ട് എവിടുന്നേലും കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരാൾക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടാം. അയാളെ സംബന്ധിച്ചിടത്തോളം എവിടുന്നെങ്കിലും ബോറോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഒരു അസറ്റിനെ വിറ്റിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ആ വിറ്റ് കിട്ടുന്ന ക്യാഷ് എടുക്കാം. അപ്പം ഒന്നെങ്കിൽ അതുവഴി അസറ്റ് ലോസ് സംഭവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഈ രണ്ട് കണ്ടീഷനാണ്. ഇത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോൾ ഉള്ളതാണ് നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റ് പാർട്ടി വരിക. ഒന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള അസറ്റ് വിൽക്കുമ്പം അസറ്റ് ലോസ് സംഭവിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുക്കുക. അപ്പം അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, കടം മേടിക്കുക. വേൾഡ് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കടം എടുക്കാം. അപ്പോൾ അങ്ങനെ കടം എടുക്കുന്നത് വഴി ലയബിലിറ്റി കൂടും. അത് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൺസെപ്ച്വലി റൈറ്റ് ആയിട്ട് എടുക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ്, ബോറോയിങ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ക്യാപിറ്റൽ റെസിപ്റ്റ്. ബോറോയിങ്ങും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അതേ കോൺസെപ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റൈറ്റ് ആയിട്ട് എടുക്കാം. കാരണം ബോറോ ചെയ്യുന്നത് വഴി അവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഉള്ള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്സ് പ്രൈവറ്റിന് വിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് എയർ ഇന്ത്യയുടെ കേസിൽ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഗവൺമെൻറ്റിനുള്ള ഷെയർ കുറച്ച് അതിലേക്ക് പ്രൈവറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നത് വഴി ഗവൺമെൻറ്റിൻ്റെ ഷെയർ കുറയും. അതായത് ഗവൺമെൻറ്റിൻ്റെ അസറ്റ് ഹോൾഡിങ് കുറയുന്നു. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വഴി അസറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്, ബോറോയിങ്സ് വഴി ലയബിലിറ്റി ക്രിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സെയിം രണ്ട് കണ്ടീഷനും സ്റ്റേറ്റ്മെൻറ്റ് 2 സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ് എ ലയബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്. അതായത് ഒരു ലോണിൻ്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അതേ കോൺസെപ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. ലോൺസിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് വഴി ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അസറ്റ് ലോസ് ഉണ്ടോ? ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ലോണിലുള്ള ഒരു ഇൻകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അസറ്റ് ലോസ് സംഭവിക്കുന്നുമില്ല, ലയബിലിറ്റി ക്രിയേറ്റ് ആവുന്നുമില്ല. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ് എ ലയബിലിറ്റി ഓഫ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സിംപ്ലി എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ എയിലേക്ക് എത്താം. അപ്പം ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്, റവന്യൂ റെസിപ്റ്റ് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ് എന്നറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്നുകൂടി മോഡിഫൈ ചെയ്തിരുന്നെങ്കിൽ ഇത് എങ്ങനെ ശരിയാക്കാമായിരുന്നു? ലോണിൻ്റെ റിക്കവറി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോണിനെയാണ് നമ്മൾ ഒരു റവന്യൂ റെസിപ്റ്റായിട്ട് കൺസിഡർ ചെയ്ത്. പക്ഷെ അതേസമയം റിക്കവറി ഓഫ് ലോൺ ഉണ്ട്. ബാങ്കുകളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലോൺ എന്ന് പറയുന്നത് അവർ മറ്റൊരു എൻറ്റിറ്റിക്ക് കൊടുത്തേക്കുന്ന ലോൺ, അതൊരു അസറ്റാണ്. ലോണിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ അതൊരു റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അസറ്റാണ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ലോൺ റിക്കവറി ചെയ്യുന്നത് വഴി ആ ഒരു അസറ്റ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോണിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് വരും. അല്ല ഇവിടെ പക്ഷേ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് അത് റവന്യൂ റെസിപ്റ്റിൽ വരുന്നത്.